തലശ്ശേരിയിലെ പുതിയ ജില്ലാ കോടതി സമുച്ചയം ജനുവരി 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംധാർ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തലശ്ശേരി കോടതിയുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന മ്യൂസിയവും പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പഴമയുടെ പ്രൗഢിയും ചരിത്രത്തിന്റെ തലയെടുപ്പും തലശ്ശേരി കോടതിയുടെ പ്രത്യേകതയാണ്. 1802-ലാണ് തലശ്ശേരിയിൽ കോടതി ആരംഭിക്കുന്നത്. കൂർഗ് ഉൾപ്പെടെയുള്ള മേഖലകളെന്ന് ഈ കോടതിയുടെ പരിധിയിലായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലത്തേതുൾപ്പെടെ നീതി നിർവഹണത്തിന്റെ മഹത്തായ ധ്യേയങ്ങൾ ഈ കോടതിയോട് ചേർന്ന് നിൽക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങിയതും പൗരാണികവുമായ കെട്ടിട സമുച്ചയവും തലശ്ശേരി കോടതിയുടെ പ്രത്യേകതയാണ്. എല്ലാം ആധുനികതയ്ക്ക് വഴിമാറുമ്പോൾ തലശ്ശേരി കോടതിയും കാലത്തിനൊപ്പം മാറുകയാണ്. ജില്ലാ കോടതിക്കായി ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരിയിൽ നിർമ്മിച്ച ബഹുനില ഹൈടെക് കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ആധുനിക സംവിധാനങ്ങളോടെ ഏറ്റവും മനോഹരമായ കോടതി സമുച്ചയമാണ് കണ്ണൂർ തലശ്ശേരി ദേശീയപാതയ്ക്കരികിൽ അറബിക്കടലിന് അഭിമുഖമായി ഉയർന്നിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 56 കോടി രൂപ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ കെട്ടിടത്തിന് പണി പൂർത്തീകരിച്ചത്. 8 നില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് ജനുവരി 25-ാം തീയതി ഇവിടെ നിർവഹിക്കുന്നത്. ആരാധനായ മുഖ്യമന്ത്രി ആണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം. 10 കോടതികളാണ് ഈ കെട്ടിടത്തിൽ വരുന്നത്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരു സാധാരണ കോടതിയിൽ വരുന്നതിൽ നിന്ന് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യത്തിന് അപ്പുറത്തേക്ക് പുതിയ നല്ല സൗകര്യങ്ങൾ, സാക്ഷികൾക്ക് വിശ്രമിക്കാനുള്ള മുറി, അമ്മയും കുഞ്ഞുമായിട്ട് എത്തുന്ന കുടുംബ കോടതിയിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് മുലയൂട്ടാനുള്ള കേന്ദ്രം, അമ്മമാർക്കും കുട്ടികൾക്കും റിക്രിയേഷൻ സൗകര്യത്തിലൂടെയുള്ള എല്ലാ സംവിധാനമുണ്ട്. ഈ ഫയലിംഗ് ഉണ്ട്. എല്ലാം ആധുനിക രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 4 ഏക്കറിൽ 8 നിലകളുള്ള ആർച്ച് മാതൃകയിൽ പണിത കെട്ടിടത്തിൽ 10 കോടതികൾ പ്രവർത്തിക്കും. 4 അഡീഷണൽ ജില്ലാ കോടതികൾ, കുടുംബ കോടതി, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, പോക്സോ സ്പെഷ്യൽ കോടതി, 2 അസിസ്റ്റന്റ് സെഷൻസ് കോടതികൾ, 2 മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയ്ക്കൊപ്പം വിജിലൻസ് കോടതിക്കും വ്യവസായ ട്രൈബ്യൂണലിന്റെ ക്യാമ്പ് സിറ്റിംഗിനും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകൾക്ക് അനുവദിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനും പുതിയ സമുച്ചയത്തിൽ ഓഫീസുണ്ടാകും. NDPS കോടതിയും കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറുന്നതോടെ നിയമ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പ് സാധ്യമാകുമെന്ന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉബൈദുള്ള പറഞ്ഞു. പ്രതികൾക്കുമൊക്കെയുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ സാക്ഷിക്കൂട്, പ്രതിക്കൂട്ടിലൊക്കെ പ്രായമുള്ളവർക്കും വിഷമതകൾ അനുഭവിക്കുന്ന കക്ഷികൾക്കൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. സന്ദർശകർക്ക് ഇരിക്കാനുള്ള സീറ്റ് കോടതി ഹാളിൽ പിൻവശത്തുണ്ട്. കോടതി എപ്പോഴും തുറന്ന കോടതിയായിരിക്കും. ആർക്കും കോടതിയിൽ വന്ന് കോടതി നടപടിക്രമങ്ങൾ കാണാനുള്ള സംവിധാനവുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പിന്നാലെ ജനുവരി 25-ന് രാവിലെ 11 മുതൽ പുതിയ കെട്ടിടത്തിൽ കോടതികൾ പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് മലയാളം, കണ്ണൂർ.